ഹായ് ഡിയേഴ്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത ചാപ്റ്ററിൻ്റെ ബാക്കിയാണ് ഇന്നെടുക്കാൻ പോകുന്നത്. 3rd ചാപ്റ്ററാണ് നെയിം മാത്രമായി സിമ്പിൾസ്. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. ഇതോടുകൂടി എന്ത് ചെയ്യും, നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും കേട്ടോ. അപ്പോൾ സിമ്പിൾസ് ആണ് നമ്മൾ പറയുന്നത് അല്ലേ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 6 സിമ്പിൾസ് ആണ് പഠിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? അ ആ ഇ ഈ ഉ ഊ റ്, ഇത്രയാണ് പഠിച്ചിട്ടുള്ളത്. അതായത് സ്വരാക്ഷരങ്ങളിൽ നിന്നാണ് വ്യഞ്ജനാക്ഷരങ്ങൾക്ക് ചിഹ്നങ്ങൾ വരുന്നത്. ഓക്കെ, അതെല്ലാവർക്കും അറിയാലോ. അപ്പോൾ നമുക്ക് ഓരോ സ്വരാക്ഷരങ്ങളിൽ നിന്നും വരുന്ന ചിഹ്നങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 6 സിമ്പിൾസ് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി, വർക്കൊക്കെ നിങ്ങൾ ചെയ്ത് വിട്ടതാണ്. അതുപോലെ ഇനി ബാക്കിയുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ നോക്കിയേ, ഇനി എറിയ കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന ലെറ്റർ ഏതാണ്? എ എന്നാണ്. അപ്പോൾ എ എന്നതിൻ്റെ ചിഹ്നം ഇവിടെ കൊടുത്തിട്ടുണ്ട്, സിമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ നേരെ വരച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇത്രയാണ് സിമ്പിളായിട്ട് വരുന്നത്. ഇതുപോലെ തന്നെ വേണമെന്നില്ല. ഓക്കെ, കറക്റ്റാണ്, ഇതും കറക്റ്റാണ്, തെറ്റല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ എ എന്നതിൻ്റെ സിമ്പിളാണ്. അപ്പോൾ എ എന്ന ആ ഒരു സെയിം സൗണ്ട് തന്നെ വരണല്ലേ വ്യഞ്ജനത്തിലും. അപ്പോൾ നമ്മൾ ക എന്ന ലെറ്റർ എടുക്കുകയാണ് കേട്ടോ. ക എന്ന ലെറ്ററിൽ എ എന്ന ഒരു വോയിസ് എങ്ങനെ വരും? കെ അല്ലേ, കെ എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മളത് എഴുതുക? മിസ് ഇവിടെ എഴുതാൻ പോവാണ് കെ. ഓക്കെ, കെ. ഇനി ഇതെങ്ങനെ നമ്മൾ ഹിന്ദിയിൽ എഴുതും? നമുക്ക് ചിഹ്നം ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം ക എന്ന ലെറ്റർ മിസ് ഇവിടെ ഹിന്ദിയിൽ എഴുതി. ഇനി എന്ത് ചെയ്താൽ മതി? ആ ഒരു ചിഹ്നം ചേർത്ത് കൊടുത്താൽ പോരെ. അപ്പോൾ ഇവിടെയാണെങ്കിൽ ആ ഒരു ലെറ്റർ വരേണ്ടത്. അപ്പോൾ അതിന് ആ ഒരു ലെറ്റർ മിസ് അവിടെ എഴുതിയിട്ടുണ്ട്, അതിന് മുകളിലാണ് ചിഹ്നം വരിക. അപ്പോൾ എന്ത് ചെയ്ത് കൊടുത്താൽ മതി? ചെരിച്ചൊരു ലൈൻ ഇട്ട് കൊടുത്താൽ മതി ക എന്നതിന് മുകളിൽ. ഇപ്പോൾ ഇതെന്തായിട്ട് വായിക്കും? കെ. ഇനിയിപ്പോൾ വേ എന്നാവണമെങ്കിലോ വാ എന്ന് എഴുതുക, മുകളിൽ എന്ത് ചെയ്യുക? ചെരിച്ച് ഒരു ലൈൻ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പം അതെന്തായി? വേ എന്നായി. ഇതാണ് എ എന്നതിൻ്റെ സിമ്പിളായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഐ ആണ് കേട്ടോ. നമ്മുടെ ഹിന്ദിയിൽ എ എന്ന ലെറ്റർ ഇല്ല അല്ലേ, വെറും എ ഉള്ളൂ. നെക്സ്റ്റ് വരുന്നത് ഐ ആണ്. ഐ സിമ്പിളാണ്. എ എന്നറിഞ്ഞാൽ എക്ക് മുകളിൽ ഒരു ലൈൻ ആണെങ്കിൽ ഐക്ക് എന്തായിരിക്കും? 2 ലൈൻ ഉണ്ടാവും. ഓക്കെ, അപ്പം നമ്മൾ മലയാളം എഴുതാൻ പോവാണ്. ഐ എന്നാകുമ്പോൾ ക വെച്ചിട്ട് എങ്ങനെ പറയും? കൈ അല്ലേ, കൈ എന്നാണ്. അപ്പം മിസ് ഇവിടെ എന്ത് ചെയ്യാണ്? ഹിന്ദിയിൽ ക എന്ന് എഴുതി. ഇനി ഒരു ചിഹ്നം ഇട്ട് കൊടുക്കണം അല്ലേ, മുകളിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. കണ്ടോ, ഇവിടെ റൗണ്ട് ചെയ്ത് കൊടുത്താണ് കേട്ടോ നമ്മൾ ലെറ്റർ എഴുതേണ്ടത്. അപ്പോൾ നോക്കിയേ, മിസ് അവിടെ ആ ഒരു ചിഹ്നം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതെന്തായി? കൈ എന്നായി. ഓക്കെ, ഇനി ഒരു ലെറ്ററും കൂടെ നമുക്ക് നോക്കാം. വൈ എന്നെങ്ങനെ എഴുതും? വാ എന്ന് എഴുതുന്നു, ദെൻ മുകളിൽ 2 ലൈൻ ഇട്ട് കൊടുക്കുന്നു, വൈ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഓ എന്നാണ് കേട്ടോ. ഓ. അപ്പോൾ ഓ എന്ന് പറയുമ്പോൾ നമ്മൾ വ്യഞ്ജനത്തിൽ എങ്ങനെയാണ്? കാ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്, മൊത്തത്തിലും കാ വെച്ചിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഓ ആണില്ലേ, അപ്പോൾ കാ വെച്ചിട്ടാകുമ്പോൾ കോ എന്നാണ് പറയുക അല്ലേ, കോ. അപ്പോൾ മിസ് ഇവിടെ കോ എന്ന് എഴുതാണ് കേട്ടോ. കോ, കോ എന്ന് എഴുതി. അപ്പം മിസ്സിന് ഈ ഒരു ചിഹ്നം ഇട്ട് കൊടുക്കണം. ഇവിടെയാണ് ആ ഒരു ലെറ്റർ എഴുതേണ്ടത് അല്ലേ. അപ്പം മിസ് ഇവിടെ ആദ്യം ലെറ്റർ എഴുതി, ക എന്ന് എഴുതി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു ചിഹ്നം ഇട്ട് കൊടുക്കേണ്ടത് ഇല്ലേ. ഇതാണ് ചിഹ്നം. എങ്ങനെയാണ് ആ ചിഹ്നം എഴുതുക? ഇങ്ങനെ എഴുതുക. ആദ്യം ഒരു 1 ഇടുന്നു, നേരെ വരക്കുക, എന്നിട്ട് മുകളിൽ ആ ഒരു ചരിച്ചിട്ടുള്ളൊരു ലൈൻ ഇട്ട് കൊടുക്കുക. ഇങ്ങനെയാണ് കോ എന്ന് എഴുതുക. ഓക്കെ, കോ. ക്ലിയർ ആണോ? ഇതുപോലെ തന്നെ മോ എന്ന് എഴുതുമ്പോഴോ എങ്ങനെ എഴുതും? മോ. നമ്മൾ ആദ്യം മാ എഴുതുന്നു, ദെൻ 1 ഇടുക, നേരെ മുകളിൽ ലൈന് കൊടുക്കുക, ചെരിച്ചിട്ട് ആ ഒരു 1ൻ്റെ മുകളിൽ എന്ത് ചെയ്യണം? ഒരു ലൈന് കൊടുക്കുമ്പോൾ അത് മോ എന്നായിട്ട് മാറും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് എന്താണ്? ഏതാണ്? ഔ എന്നാണ് ഇല്ലേ. ഔ എന്നാകുമ്പോൾ കാല് വരുമ്പോൾ എന്താണ് വരിക? കൗ അല്ലേ, കൗ. കൗ എന്നെങ്ങനെ എഴുതും? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ലെറ്റർ എഴുതി കൊടുക്കുക അല്ലേ, ക എന്ന് മിസ് ഇവിടെ എഴുതി കൊടുത്തു. ഇനി ഒരു ചിഹ്നം ഇട്ട് കൊടുക്കണം. ആദ്യം നമ്മൾ 1 ഇടണം, എന്നിട്ട് എന്ത് ചെയ്യുക? മുകളിൽ 2 ലൈന് കൊടുക്കുക. അപ്പം അത് കൗ എന്നായി. ഓക്കെ, കൗ എന്നായി. ഇതുപോലെയാണ് ബാക്കിയുള്ള എല്ലാ ലെറ്റേഴ്സും നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് അം. അം, ആ. ഇത് രണ്ടും സിമ്പിളാണ്. അം എന്ന് എഴുതുമ്പോൾ എങ്ങനെയാണ്? കം എന്നാണ് വരിക അല്ലേ. കാലാവുമ്പോൾ കാലി ഒരു വോയിസ് കം എന്നാണ് വരിക. അപ്പോൾ നോക്കിയേ, നമ്മൾ ക എന്നിട്ട് കൊടുക്കുക. ക എന്ന് ഇവിടെ ഇടണം, അപ്പോൾ മുകളിലാണ് ചിഹ്നം വരിക അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക? മുകളിൽ ഈ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതെന്തായി? കം എന്നായി. ഓക്കെ, കം ഡോട്ടാണ് കേട്ടോ. ഇതുപോലെയാണ് ബാക്കി എല്ലാ ലെറ്റേഴ്സിലും ചെയ്യേണ്ടത്. വ്യഞ്ജനാക്ഷരമായ എല്ലാ ലെറ്റേഴ്സിലും ഇതുപോലെ തന്നെയാണ് ചെയ്യുക. ഇനി ലാസ്റ്റ് വരുന്നത് അല്ലേ. അപ്പോൾ അതെങ്ങനെ എഴുതും? കായിൽ എങ്ങനെയാണ് വരിക? ക അല്ലേ, 2 ഡോട്ട് ഇവിടെ ഇടുക. അതുപോലെ തന്നെ മലയാളം എഴുതുന്ന പോലെ തന്നെയാണ് ഹിന്ദി ലെറ്റർ എഴുതുന്നു, സൈഡിൽ 2 ഡോട്ട് ഇട്ട് കൊടുക്കുന്നു. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഏത് ലെറ്റർ ആണെങ്കിലും ഇതുപോലെ തന്നെയാണ്, മാറ്റമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിൾസ്. ഇതെല്ലാവർക്കും ഓക്കെ ആണല്ലോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കാം. ഇനി നമുക്ക് എക്സസൈസ് നോക്കാം. ഈ ഒരു എക്സസൈസിൻ്റെ ആൻസർ മിസ് പറയുന്നില്ല, കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് മിസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്യാം. ഓക്കെ, അത് ഓർമ്മയുണ്ടല്ലോ എങ്ങനെയാണ് ചെയ്തതെന്ന്. ആ ഒരു രീതിക്ക് തന്നെ ഇതും എല്ലാവരും ചെയ്യാം കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്ന യൂണിറ്റ് ടാസ്ക് ആണ്. ടാസ്ക് എന്താണ്? അക്ഷർ വ കോ പ്രതീകോം കാ പ്രയോഗ കർക്കെ ലിഖിയെ. അതായത് വ എന്ന ഈ ഒരു ലെറ്റർ വെച്ചിട്ട് ലെറ്ററിൽ ചിഹ്നങ്ങൾ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതായത് ഇപ്പം നമ്മൾ പഠിച്ചിട്ടുള്ള എ ഐ ഒ ഔ അം അഹ്
ഇത്രയും ചിഹ്നങ്ങൾ ഈ ഒരു വാല് വെച്ചിട്ട് നിങ്ങൾ എഴുതാം. എന്നിട്ട് മിസ്സിനെ കാണിക്കാം. ഓക്കെ, ഇതെന്താണെന്ന് അറിയാലോ അല്ലേ നിങ്ങൾക്ക്? എന്താ ചെയ്യണത്? ബരയും ഓർലിക്കും. ഈ ഒരു എക്സസൈസ് ബരയും ഓർലിക്കും, അതായത് ഫില്ല് ചെയ്യാനാണ് അല്ലേ? ഇവിടെയൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പം നിങ്ങളത് ചെയ്യാട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതോടുകൂടി നമ്മുടെ 3rd ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ.